കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനാധിപത്യ ദംസനത്തിന് ഒടുവിൽ അർഹമായ നീതി നടപ്പാക്കാനായ ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തലസ്ഥാനം വേദിയാവുകയാണ്. അന്ന് നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷ പ്രവർത്തകർക്കെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ അഴിച്ചുവിട്ട ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ എ.ഡി. തോമസ് എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസും ചേർന്ന് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒപ്പത്തിനൊപ്പം നിർത്തി തുടർ നടപടികൾക്കായി നേരിൽ കാണുകയാണ്. ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ ഗുണ്ടകളെ പോലെ തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ ഭരണകൂടം ആ ഉദ്യോഗസ്ഥർക്ക് ഒത്താശ പാടുകയും സംരക്ഷണ കവചം ഒരുക്കുകയുമാണ് ചെയ്തത്. എന്നാൽ കാലം മാറി, ഭരണവും മാറി. ഇന്ന് യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പഴയ ഫയലുകൾ മുക്കാനോ അധികാരത്തിന്റെ തണലിൽ അക്രമം കാണിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനോ ഈ സർക്കാർ തയ്യാറല്ലെന്ന ശക്തമായ സന്ദേശമാണ് പുറത്തുവരുന്നത്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവരും ചേർന്ന് സർക്കാരിനെ നേരിട്ട് സമീപിക്കുന്നത്. കഴിഞ്ഞ മാസം 23-ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. എന്നാൽ റിപ്പോർട്ടിലെ ചില സാങ്കേതിക കാര്യങ്ങളിലും കണ്ടെത്തലുകളിലും കൂടുതൽ വ്യക്തത വരുത്താൻ DGP ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഫയൽ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നതിൽ ചെറിയൊരു കാലതാമസം നേരിട്ടത്. ഈ താമസം കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഇടയാക്കരുതെന്ന കർശനമായ ബോധ്യമുള്ളതുകൊണ്ടാണ് പരാതിക്കാർ നേരിട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുന്നത്. ഇരകൾക്ക് നീതി ഉറപ്പാക്കാനും വേട്ടക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കാണിക്കുന്ന രാഷ്ട്രീയ ആർജവം ഏറെ ശ്രദ്ധേയമാണ്. മുൻ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പ് കാണിച്ച നിസ്സംഗതയ്ക്കും സ്വജനപക്ഷപാതത്തിനുമേറ്റ കനത്ത പ്രഹരമാണ് പുതിയ സർക്കാരിന്റെ സുതാര്യമായ നീക്കങ്ങൾ. പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കിയ പഴയ ശൈലി തിരുത്തി നിയമവാഴ്ചയും നീതിയും ഉറപ്പാക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ലക്ഷ്യം. സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് പ്രതികളായ ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന കർശന നിർബന്ധം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് DGPയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ആഭ്യന്തര മന്ത്രാലയം ഈ ഫയലിൽ അതീവ ഗൗരവത്തോടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഔദ്യോഗിക പരിഗണനയ്ക്ക് എത്തിയേക്കുമെന്നാണ് സൂചനകൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്ന യു.ഡി.എഫ് സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയമായി വി.ഡി. സതീശന് വലിയൊരു മൈലേജാണ് സമ്മാനിക്കുന്നത്. പഴയ ഭരണത്തിലെ അടിച്ചമർത്തലുകൾക്ക് ഇരയായവർക്ക് നീതി ഉറപ്പാക്കുമെന്നും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കില്ലെന്ന ആഭ്യന്തര വകുപ്പിന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം തിരിച്ചുപിടിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വി.ഡി. സതീശൻ സർക്കാരിന് സാധിക്കുന്നുണ്ടെന്ന വലിയ രാഷ്ട്രീയ സന്ദേശമാണ് ഈ വാർത്തയിലൂടെ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത്.